ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഗോതമ്പ് പൊടി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റായിട്ട് ഉള്ളൊരു പാലപ്പാണിത്. ഇത് ഗോതമ്പ് പൊടി കൊണ്ടുള്ളതാണെന്നുള്ള തോന്നാത്ത രീതിയിലുള്ള അടിപൊളി അപ്പമാണ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ നമ്മുടെ വീട്ടിൽ പൊടിച്ചിട്ടുള്ളതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആട്ടയായാലും ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 കപ്പ് അളവിൽ ചോറ് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഈസ്റ്റാണ് നമ്മൾ എടുക്കുന്നത്. 1/2 ടീസ്പൂൺ ഈസ്റ്റ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ആവശ്യത്തിനുള്ള വെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നില്ല, കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഒരു 1.25 കപ്പ് അളവിൽ വെള്ളം നമുക്ക് മൊത്തത്തിൽ ഇത് അടിച്ചെടുക്കാനായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 250 ml അളവ് കപ്പിൽ 1.25 കപ്പ് അളവ് വെള്ളമാണ് എനിക്ക് വേണ്ടി വന്നത്. അപ്പോൾ നമ്മുടെ എടുക്കുന്ന പൊടിക്കൊക്കെ അനുസരിച്ച് വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. നമുക്കറിയാലോ വെള്ളപ്പത്തിൻ്റെ മാവ് എത്ര ലൂസ് വേണം എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നതിന് ശേഷം നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കുക. നല്ലതുപോലെ ഫൈനായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള വെള്ളം സാധാരണ പച്ചവെള്ളമാണ് കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി ഒഴിച്ചു കൊടുക്കാം. ഒരു പാത്രത്തിൽ പൊന്താനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് 1 മണിക്കൂർ സമയം കൊണ്ട് തന്നെ ഇത് വെള്ളപ്പം അല്ലെങ്കിൽ പാലപ്പം ചുട്ടെടുക്കാനുള്ള രീതിയിലായി വരും കേട്ടോ. നല്ലപോലെ പൊന്തി വരും. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 മണിക്കൂർ സമയം കഴിഞ്ഞിട്ടാണ് ഇതെടുക്കുന്ന സമയത്ത് നല്ലതുപോലെ പുളിച്ചൊക്കെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അപ്പമാണ് നമുക്കിത് ഈ ഒരു മാവ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന. രാവിലെ തന്നെ എണീറ്റിട്ട് ഒക്കെ നമ്മൾ ചെയ്താൽ മതി. തലേദിവസം രാത്രി ഒന്നും നമുക്കിത് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ഇതാ കണ്ടില്ലേ, നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 1 മണിക്കൂർ കൊണ്ടൊക്കെ തന്നെയാവും. ഞാനിപ്പോൾ ഇത് സമയം എനിക്ക് കുറച്ചും കൂടെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുക്കുന്നത്. 2 മണിക്കൂർ ശേഷമാണ് ഞാനിത് എടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പയ്യനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ പുളിച്ച് പൊന്തിയതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കൊരു അപ്പച്ചട്ടി ചൂടാക്കി അതിലേക്ക് ഒരു കയ്യിൽ മാവ് കോരി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നങ്ങ് ചുറ്റിച്ചിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. ഫ്ലെയിം എപ്പോഴും കുറച്ച് തന്നെ ഇടാൻ നോക്കാം. പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് വരും കേട്ടോ. ഇത് സൈഡൊക്കെ നല്ലതുപോലെ മൊരിഞ്ഞിട്ടുള്ളൊരു അപ്പമല്ലേ, അത് ആ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഒരു അപ്പം കിട്ടുക. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ചൂട്ടോടുകൂടി കഴിക്കുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റ്. അപ്പോൾ ചൂട്ടോട് കൂടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മൊരിഞ്ഞിരിക്കും. അതല്ല കുറച്ച് സമയം കഴിഞ്ഞിട്ട് ചൂടാറിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ സോഫ്റ്റായിട്ട് വരും കേട്ടോ. നല്ല പോലെ സോഫ്റ്റായിട്ട് വരും. ചൂടാറും തോറും അതിങ്ങനെ സോഫ്റ്റായിട്ട് വരും. അപ്പോൾ മുട്ടക്കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ എന്ത് കറിയുടെ കൂടെയാണെന്നുണ്ടെങ്കിൽ ഇത് കഴിക്കട്ടോ. അത്ര ടേസ്റ്റുള്ളൊരു അപ്പമാണ്. നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ട് ചെയ്തതാണെന്ന് തോന്നാത്ത രീതിയിലാണ് കേട്ടോ ഈ ഒരു അപ്പം ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള അപ്പങ്ങൾ മുഴുവനും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ട് ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക. അപ്പോൾ ഈ മറ്റൊരു ഈസി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്